ശ്രീനാരായണ ഗുരുവിനെയും അയ്യങ്കാളിയെയും മതേതരരാക്കാൻ ശ്രമിക്കുന്നു. ഇസ്ലാം ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് 10 നവോത്ഥാന നായകരുടെ പേര് പറയാമോ? NR മധു. ചോദ്യം കിടുവാണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട് മധുവാശാനെ. ആശാന് നവോത്ഥാനം എന്താണെന്നറിയാമോ? ലോകത്തൊരിടത്തും കാണാത്ത അപരിഷ്കൃതവും മനുഷ്യത്വരഹിതവുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പുലർത്തിയിരുന്ന സനാതന ഹിന്ദുമതത്തിന്റെ കൊടിയ പീഡനങ്ങൾക്കെതിരെ ഇരകളിൽ നിന്നുണ്ടായ ചെറുത്തുനിൽപ്പിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് VD ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന പ്രവർത്തനമാണ് വിധവാ വിവാഹം. കേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങളിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. കുഴിയിലേക്ക് കാലുനീട്ടിയിരിക്കുന്ന നമ്പൂതിരിമാർ കെട്ടിക്കൊണ്ടുപോകുന്ന കൗമാരക്കാരികളായ പെൺകുട്ടികൾക്ക് ഭർത്താവിന്റെ വെടി തീർന്നാൽ ജീവിതകാലം മുഴുവനും ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ വിധവാ വസ്ത്രങ്ങളിൽ തളച്ചിടപ്പെടുന്ന അവസ്ഥ. 1931 കേരളത്തിലെ ആദ്യത്തെ നമ്പൂതിരി വിധവാ വിവാഹം നടന്നത്. അതൊരു മഹാസംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് വിധവയെ വിവാഹം കഴിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് അതൊരു കട്ട കോമഡിയാണ്. ഞങ്ങളുടെ കുട്ടികളെ സ്കൂളുകളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ഒരു വർഷത്തോളം നീണ്ടുനിന്ന സമരത്തിനൊടുവിലാണ് താഴ്ന്ന ജാതിയിലെ കുട്ടികളെ സ്കൂളിൽ കയറ്റിയത്. സകല പള്ളികളിലും ദറസുകളും മദ്രസകളും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെയാണ് ആശാനെ അയ്യങ്കാളി ഉണ്ടാവുക? മലയാള ഭാഷയുടെ ലിപി രൂപപ്പെട്ടത് 500 വർഷത്തിനിപ്പുറമാണ്. അതിനു മുമ്പേ അറബി മലയാളം എന്ന ലിപി ഉണ്ടാക്കി മുസ്ലിങ്ങൾ ശ്രദ്ധേയമായ നിരവധി ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും രചിച്ചിട്ടുണ്ട്. താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ നടക്കാനുള്ള അവകാശമില്ലാത്തതിനെതിരെ നവോത്ഥാന നായകർ സമരം ചെയ്തിട്ടുണ്ട്. 1924 നടന്ന വൈക്കം സത്യാഗ്രഹം ഹിന്ദു ക്ഷേത്രത്തിന് സമീപത്തുകൂടിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്ന വഴിയിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. മുസ്ലിങ്ങൾക്കിടയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഇമാതിരി കൂതറ പരിപാടികൾക്കെതിരെ അവർ എങ്ങനെയാണ് പ്രതിഷേധിക്കുക ആശാനെ? അവർണ ഹിന്ദു സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. സനാതന ഹിന്ദു ഭരണം നിലനിന്ന തിരുവിതാംകൂറിൽ അവർണ സ്ത്രീകൾ അവരുടെ മുലയ്ക്ക് നികുതി പോലും കൊടുക്കേണ്ടി വന്നിരുന്നു. മുല മുറിച്ചു കളഞ്ഞ നങ്ങേലിയുടെ കഥ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ. സ്ത്രീകൾ നിർബന്ധമായും ശരീരം മറയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്ന മതത്തിൽ നിന്ന് മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി ആരെങ്കിലും പോരാടുമോ ആശാനെ? അങ്ങനൊരു സമരത്തിന്റെ ആവശ്യമുണ്ടോ? മധുവാശാൻ കോരപ്പുഴ വിലക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിലൂടെ അറബിക്കടലിലേക്ക് ചേരുന്ന 40 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ പുഴയാണ് കോരപ്പുഴ. പുഴയ്ക്കപ്പുറത്തുള്ള നായർ പെണ്ണുങ്ങൾക്ക് പുഴ കടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. പുഴ കടന്നാൽ സമുദായത്തിൽ നിന്ന് നിയമപരമായി ജാതിപരമായൊക്കെ ഭ്രഷ്ടരാക്കപ്പെടും. ഇതുപോലെ എത്ര വിലക്കുകൾ നിലനിന്ന സനാതന മണ്ണാണിതെന്ന് മധുവാശാൻ അറിയുമോ? 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. 1947 ജൂൺ 12 മലബാറിൽ ക്ഷേത്രപ്രവേശനത്തിന് അനുമതി കിട്ടിയത്. 1947 ഡിസംബർ 20 കൊച്ചിയിലെ അവർണ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുമതി കിട്ടിയത്. പള്ളികളിൽ കയറുന്നതിന് ആർക്കും വിലക്കില്ലാത്ത മറ്റു മതങ്ങളിൽ എങ്ങനെ ഇമാതിരി നവോത്ഥാനം നടത്തും ആശാനെ? ആശാനെന്ന് പറഞ്ഞാട്ടെ. പിന്നെ മറ്റൊരു കാര്യം, അക്കാലത്ത് ഇസ്ലാം മതം വലിയ തോതിൽ നവോത്ഥാനം നടത്തിയിട്ടുണ്ട് കേട്ടോ. ജാതിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്ന് ജീവിച്ച മനുഷ്യരിൽ അന്തസ്സായി ജീവിക്കാൻ ആഗ്രഹിച്ചവർക്ക് പച്ച പരവതാനി വിരിച്ചു കൊടുത്തു ഇസ്ലാം മതം. ജാതിയോ ഉപജാതിയോ ചോദിക്കാതെ, നിറം നോക്കാതെ ഇസ്ലാം മതം അവരെ സ്വീകരിച്ചു. ഏത് നിമിഷവും കയറി വരുന്ന സംബന്ധക്കാരൻ നമ്പൂതിരിക്ക് സ്വന്തം ഭാര്യ പായ വിരിച്ചു കൊടുക്കുമ്പോൾ പുറത്ത് കാവലിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ, ലജ്ജ തോന്നിയ നായർ ഇസ്ലാമിലേക്ക് പോയി. പൊതുവഴിയിലൂടെ പമ്മിയും പതുങ്ങിയും നടന്നവരും 8 അടിയും 12 അടിയും 18 അടിയും അകലെ മാറി നിന്നവരുമൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ സനാതന ഹിന്ദുത്വയുടെ അധാർമികതയിൽ നിന്ന് കുതറിമാറാൻ ധൈര്യം കാണിച്ച ഹിന്ദുക്കളുടെ തലമുറകളാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ ഉണ്ട്. നിങ്ങളുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലല്ലോ, നിങ്ങളെ എന്തിനു കൊള്ളാമെന്ന് ലക്ഷദ്വീപുകാരനോട് ചോദിക്കുന്നത് പോലെയാണ് നിങ്ങൾക്കിടയിൽ നവോത്ഥാന നായകർ ഇല്ലല്ലോ എന്ന് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും മധുവാശാൻ ചോദിക്കുന്നത്. കുറ്റവാളികൾ ഉള്ളിടത്തല്ലേ പോലീസ് സ്റ്റേഷന്റെ ആവശ്യം? കുറ്റവാളികൾ ഇല്ലാത്തടത്ത് പോലീസ് സ്റ്റേഷന് എന്ത് പ്രസക്തിയാണ് ആശാനെ ഉള്ളത്? മധുവാശാനെ, സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് കേട്ടോ. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭ്രാന്തന്മാരിൽ പെടില്ല. സ്വാമി അന്ന് പറഞ്ഞ ഭ്രാന്തിന് നിങ്ങൾക്കിടയിൽ കാര്യമായ കുറവൊന്നും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഭരണഘടനയെ പേടിച്ച് ജാതി ഭ്രാന്ത് മറച്ചു പിടിച്ചിരിക്കുകയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആശാന്റെ പ്രസംഗങ്ങളും വേടനോടും ബിന്ദുവിനോടും ഒക്കെയുള്ള
ഭ്രാന്താലയത്തിന്റെ സമീപനങ്ങളും. അതുകൊണ്ട് ആശാനെ, നിങ്ങൾക്കിടയിൽ ഇനിയും നവോത്ഥാന നായകർ ഉണ്ടാവണം. നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും തുടങ്ങിയ നിരവധി മനുഷ്യസ്നേഹികൾ നടത്തിയ ചികിത്സയുടെ ഫലമാണ് ഭ്രാന്ത് കുറച്ചെങ്കിലും കുറഞ്ഞത്. കൂടുതൽ ചികിത്സകർ, നവോത്ഥാന നായകർ കടന്നു വരട്ടെ. അതിനിടയ്ക്ക് പക്ഷേ ഭ്രാന്തില്ലാത്ത ഞങ്ങളോട് നിങ്ങളുടെ സൈക്കാട്രിസ്റ്റ് എവിടെയെന്ന് ചോദിച്ച് നാണം കെടാൻ വരല്ലേ ആശാനെ. പ്രിയ സുഹൃത്ത് ആബിദ് അടിവാരം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു കുറിപ്പാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്.